ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ലാസ് തന്നെയാണ് നമ്മളുടെ താരങ്ങൾ. ഇനി ഒരു ഏപ്രിൽ മെയ് വരെയൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ, കാരണം ഇപ്പോൾ നമ്മളുടെ എല്ലാ ബൊഗൈൻവില്ലാസും ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് എല്ലാവരും പൂത്ത്, അതായത് ഈ ബൊഗൈൻവില്ലാസ് ഒരു 1-1.5 മാസത്തോളം ഇങ്ങനെ നമ്മളെ ഹൈബ്രിഡ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചിലത് ഒരു മാസം മുന്നേ പൂത്തതുണ്ട്, ചിലത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേലും ഒരു 2 ആഴ്ച മുന്നേ നിറഞ്ഞ് പൂത്തതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പല സ്റ്റേജിലാണ് ഇവരെല്ലാം പൂത്ത് വന്നത്. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് പൂത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഇവർ കൂക്കിയും ഹസ്ബൻഡും കൂടെ നമ്മുടെ അമ്മമാളുവിനെ രാവിലെ ബസ് കയറ്റാൻ, അവരുടെ സ്കൂൾ ബസ് വരും, അവരെ കയറ്റി വിടാൻ പോകണം. അതായത് അത്രയും ആ സമയമായിട്ടുള്ളൂ കേട്ടോ. 6:45 അവരുടെ ബസ് വരാം. അപ്പോൾ കയറ്റി വിട്ട് വരുന്ന ആ സമയം, അതായത് രാവിലെ തൊട്ട് കുറച്ച് അവർ പോയി കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ദേവട്ടം പോകുമ്പോൾ 8:15 ആവും. അപ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ചൊക്കെ ട്രിം ചെയ്യാം. കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വയ്യാണ്ടാവും. കാരണം ഓരോ ഇല, അതായത് ഓരോ കേട് വന്ന പൂവിൻ്റെ തണ്ടുകളും നമ്മളിങ്ങനെ ആ തുമ്പുകൾ നമ്മളൊരു 5 സെൻറ്റിമീറ്ററൊക്കെ അത്രയും വെച്ചിട്ടാണ് ട്രിം ചെയ്ത് കളയുക. അങ്ങനെ ചറവറാന്ന് കളയാണ് ചെയ്യണത്. കാരണം നമുക്കത് കുഴിച്ചിടാനോ ഇനി ആദ്യം പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത് ചെറിയ തണ്ടുകളല്ലേ. അപ്പോൾ അതാണ് ഇന്ന് തൊട്ടുള്ള പണികൾ തുടങ്ങുകയായി. പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ കുറച്ചൊരു കുഞ്ഞ് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു നമ്മളുടെ ആന്തൂറിയംസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഈ മൺചട്ടിയിൽ ചെയ്തപ്പോൾ മൺചട്ടി പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെയിൻറ്റ് ചെയ്യലൊക്കെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ ആക്കാനുള്ളൊരു സമയം അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതൊന്നും ചെയ്തില്ല. കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം എന്നിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇത് ചില കിഴികൾ കണ്ടില്ലേ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർക്കിഡിൻ്റെ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു വീഡിയോ അല്ല, കുറച്ച് വീഡിയോകളിൽ ഉണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ ഓർക്കിഡിൻ്റെ ചട്ടികളിൽ ഇങ്ങനെ കുറച്ച് കമ്പോസ്റ്റും കുറച്ച് വളങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിഴി കെട്ടി അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കിഴി നനയുകയും ചെയ്യും. അതിനുള്ള വളങ്ങൾ കുറച്ചീശെ അവർക്ക് കിട്ടും. കാരണം ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഒക്കെ ഓർക്കിഡിന് സ്പ്രേ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ കൂടി അവർക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ എന്താ പറയുക ബോണസ് പോലെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്യാനായിട്ട് നല്ല മടിയുണ്ടായിരുന്നു. നമ്മളുടെ ഈ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബാഗൊന്നുമില്ല, പ്ലാസ്റ്റിക് സഞ്ചികളില്ലല്ലോ, പക്ഷേ എന്തായിരുന്നു പോളിത്തീൻ കവറുകളില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ആ ഒരു ടൈപ്പ് പേപ്പറല്ല, അങ്ങനത്തെ ഒരു ഇതല്ല കിട്ടണേ. ആ ഒരു അതായത് നമ്മുടെ മാസ്കിൻ്റെയൊക്കെ മെറ്റീരിയൽ പോലത്തെ അത് ആ കവറിനെ ഒരു 2-3 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഇതെല്ലാം നിറച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ അധികം എന്താ പറയുക ചൂടും കിട്ടില്ല ചെടികൾക്ക് വെയിലത്ത്, അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെയാണ് അവർ ചെയ്തത് കണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു പണി, സത്യത്തിൽ അത് നല്ലൊരു പണിയായിരുന്നു. കാരണം നല്ല മടിയായിരുന്നു എന്നാലും. പക്ഷെ ഞാൻ ഒറ്റ ഇതിലല്ല ചെയ്തത്. ചില ദിവസം ഒരു 5 എണ്ണം ഒക്കെ ചെയ്യും, പിന്നെ കുറച്ച് ദിവസത്തിന് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കില്ല, പിന്നെ ഒരു 5 എണ്ണം ചെയ്യും. അങ്ങനെയാണ് ഒരു 10-25 എണ്ണം ചെയ്തപ്പോഴാണ് നമുക്കത് എല്ലാത്തിനും തികഞ്ഞത്. പിന്നെ താഴെയുള്ള നമ്മുടെ ഏതായിരുന്നു മുക്കാറ, അതിനൊന്നും ആ ഒരു ഓർക്കിഡ് ഉണ്ടല്ലോ അങ്ങനെ താഴെ ചട്ടിയിൽ വെച്ചിരിക്കുക, അതിലൊന്നും ഇതുപോലെ കിഴി കെട്ടി വെക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ചക്കിയും കുക്കിയും മില്ലിയൊക്കെ ഉണ്ട്, അവരൊക്കെ അത് പറിച്ചുകൊണ്ട് പോകും. അപ്പം മുകളിലായതുകൊണ്ട് മാത്രം അവിടെ ഇരിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഓർക്കിഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഈ സൈഡിലുള്ളതുണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ ചെയ്ത ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ചെടികളാണ്, 6 മാസം പ്രായമുള്ള ചെടികൾ. അപ്പോൾ അവർക്കൊക്കെ ആകെ കുറച്ച് ഒരു കൊല 2 കൊല പൂക്കളൊക്കെയാണ് വന്നിട്ടുള്ളൂ. കാരണം അവർ കുഞ്ഞുങ്ങളാണ്. അവർ ജസ്റ്റ് ഞങ്ങളുടെ കളർ ഏതാന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പൂത്ത ടീമുകളാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മളുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ. ഇത് നിറയെ പൂക്കളുണ്ടായിരുന്നു, നിറഞ്ഞു. അതായത് നമ്മളുടെ ഈ വീഡിയോ എടുക്കണേക്കാളും മുന്നേ ഫസ്റ്റ് ഇവർ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ വാങ്ങിച്ച ചെടികളാണ്. അപ്പോൾ അവരെ എന്തായാലും 1 കൊല പൂവുണ്ടായത്
രണ്ടാമത്തെ ഒരു ടൈം ഉണ്ടല്ലോ, സെക്കൻഡ് സെറ്റ് ഓഫ് ഫ്ലവറിങ്ങിൽ അത് ചിലപ്പോൾ ഒരു 2 കൊല്ലമാവും. അത്രയാണ് നമ്മൾ അവരെ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ആദ്യം, കാരണം അവർക്ക് കുറച്ച് പൂക്കളുണ്ട്, അത് മൊത്തം വെട്ടിക്കളഞ്ഞാലും അത്ര വലിയ എഫക്റ്റ് വരില്ല. അപ്പോൾ അത് മൊത്തം എല്ലാം കൂടെ ഒരുമിച്ച് ആ ചട്ടിയിലുള്ളതെല്ലാം ആ സൈഡിലുള്ളതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതെല്ലാം, അതും ഒരു 10, 20, 25 ചട്ടി ഉണ്ട് തോന്നുന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കി. പിന്നെ ഈ നിറഞ്ഞു നിൽക്കണ ചെടികൾ അതെത്ര എന്താ പറയുക, എത്ര 1.5 മാസം കഴിഞ്ഞ് 2 മാസമായി കഴിഞ്ഞാൽ ഇവർ കൊഴിയുന്നില്ല. ഇവരെ കളറ് മാറുകയാണ് ചെയ്യണത്. റൂബി റെഡാണ് തുടക്കത്തിലെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനത്തെ ഒരു ഭയങ്കര അങ്ങനെ ഉണങ്ങിയ പോലെയാവും അതിൻ്റെ ലീഫ്. അല്ലാതെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നല്ലാണ്ട് അങ്ങനെ കൊഴിഞ്ഞ് താഴ്ത്ത് വീഴില്ല. നമ്മൾ കട്ട് ചെയ്ത് തന്നെ കളയണം അവരെ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം നിറഞ്ഞു നിൽക്കുമ്പോൾ, അതായത് ഇവർക്ക് തന്നെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ വിഷമില്ല. പക്ഷേ ഈ പൂക്കൾ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്യണം. ഇപ്പോൾ ആയിട്ടില്ല, ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ കട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേക്കും ഒരേ സൈഡിൽ നിന്ന്. പക്ഷെ ചില ചെടികളിൽ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് ഉണ്ടായത്. നമ്മളുടെ ബ്ലൂബെറി ഐസ്, ആ ഒരു പിങ്ക് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ ലേറ്റായിട്ടാണ്. പിന്നെ ഒരു മഹാറ വെറൈറ്റീസ് ഉണ്ട് 2 എണ്ണം, ആ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, ഷോർട്ട് വീഡിയോ. അവരൊക്കെ ലേറ്റായിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒന്നും കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുകയാണ്, ആദ്യത്തെ ആ ഒരു സെറ്റ് എല്ലാം കൂടെ പൂത്ത് നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇനി ഉണ്ടാവണ സെറ്റ് ഇതുപോലെ എല്ലാം കൂടെ പൂത്ത് നിൽക്കണങ്ങ ഞാനിപ്പം ഉള്ള നല്ല പൂക്കൾ മുഴുവൻ കട്ട് ചെയ്ത് കളയണം. പക്ഷേ എനിക്കതിന് ഭയങ്കരമായ വിഷമമുണ്ട്. അതുകൊണ്ട് മിക്കതും ഞാൻ കളയില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സെറ്റ് ഒരു എല്ലാം കൂടെ ഇങ്ങനെ പൂത്ത് നിൽക്കണ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ കൊഴിയാറാകുമ്പോഴാണ് ഞാൻ അതിനെയൊക്കെ കട്ട് ചെയ്യുള്ളൂ. എന്തായാലും പൂക്കൾ വെറുതെ വെട്ടിക്കളയാൻ, ചെറിയ 1-2 കൊല വെട്ടണ പോലെയല്ല, അത് മൊത്തം വെട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെട്ടിയ പൂക്കൾക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 എല്ലാവർക്കും കൊടുക്കുകയാണ്. ഓരോ ചട്ടിയിലും ഒരു 1/2 ലിറ്റർ വെച്ചിട്ട് ശരിക്കും ഒഴിച്ചു കൊടുക്കണം. പിന്നെ DAP ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് വെട്ടുന്നതിന് ഒരാഴ്ച മുന്നേ DAP ഒരു 5-10 മണി എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്പ്രേ ചെയ്ത് വെക്കുകയാണ്. ഇനി സെയിം പ്രൊസീജിയറാണ്. ഇനി ഇവരെ അധികം നനയ്ക്കാണ്ട് വയ്ക്കും, സ്ട്രെസ് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവർ പതുക്കെ ഇനി പൂത്ത് തുടങ്ങും. അപ്പോൾ എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലവറിങ്ങിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഫ്ലവറിങ്ങിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവരെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വിട്ടുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഇത്രയും ഇതിൽ നിൽക്കുന്ന ചെടികൾ എങ്ങനെ വെട്ടും കണ്ടില്ലേ. അപ്പോൾ നമുക്കത് വെട്ടാനേ തോന്നില്ല. എന്നാലും എന്തായാലും അവർക്കും കൂടെ എടുത്തതല്ലേ 19 നമ്മൾ. അപ്പോൾ ഇവർക്കും എല്ലാവർക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. DAP ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായിരുന്നു പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പൂ കൊഴിയുമ്പോഴേക്കും അടുത്തത് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം പൊട്ടാഷൊക്കെ ഇങ്ങനെ മണികളാണ് DAP ഒക്കെ. അപ്പോൾ അതൊന്ന് ഡിസോൾവ് ചെയ്ത് മണ്ണിലൊക്കെ ലയിച്ച് ഇവർക്കൊക്കെ വലിച്ചെടുക്കാനായിട്ടൊരു 5-10 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ നമ്മളെ കട്ട് ചെയ്യുമല്ലോ ചെടി, പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഇനി അടുത്ത ഒരു ലെവലിൽ ഇവർ പൊടിച്ച് വരുമ്പോഴേക്കും അത് പൂക്കളായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 10 ദിവസം 15 ദിവസം മുന്നേ തന്നെ നമ്മൾ ഈ DAP ആണെങ്കിലും ഈ 19 ഒക്കെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കിട്ടിക്കോളും അവർക്ക്. പൊട്ടാഷ് ആണെങ്കിലും, അതായത് ഈ ഹാർഡായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്ത സെറ്റ് ഓഫ് ഫ്ലവറിങ് ഈ പറയണ പോലെ തന്നെ നന്നായി വരുമെന്ന്. അപ്പോൾ പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ വളരെ എന്താ പറയുക ഇമ്പ്രൂവ്ഡായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ഹായ് വാവും എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേരൊക്കെ കമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പ് നമ്മൾ മുറിക്കില്ലല്ലോ, മഴക്കാലം ആകുമ്പോൾ കമ്പ് മുറിച്ച് കൊടുക്കണം. കുറേ പേരുണ്ട്, നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കുറച്ച് കമ്പൊക്കെ മുറിച്ച് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ ടെറസിൻ്റെ മുകളിലും കൂടെ അടുത്ത പ്രാവശ്യത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. അറിയില്ല, എൻ്റെ മടി അതിന് സമ്മതിക്കുമോ അറിയില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യും. പിന്നെ കുറച്ച് മേക്ക് ഓവർ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്ത് ആ ഓർക്കിഡിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ പരിപാടികളുണ്ട്, അതും കൂടെ ചെയ്യണം. പിന്നെ ബാക്കിലേക്ക് നിങ്ങൾ കുറേ നാളായില്ലേ കണ്ടിട്ട്, അങ്ങോട്ടും പോകണം.